ഹലോ ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ ഫ്രണ്ട്സ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് ടു ലഞ്ച് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ഒരു സാമ്പാർ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി മുന്നേ ഇട്ടിട്ടുണ്ട്, ലിങ്ക് വേണമെങ്കിൽ താഴെ ഒന്ന് കൊടുക്കാം. പിന്നെ നമുക്ക് രാവിലെ തന്നെ ഒരു നല്ലൊരു കടുപ്പവും മധുരമൊക്കെയുള്ളൊരു ചായക്കിട്ട് കുടിച്ചിട്ട് നമുക്ക് രാവിലെ തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനത് ചായക്കിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി പരിപ്പൊന്ന് കുക്കറിലോട്ടോ വേവിച്ചെടുക്കുന്നത്. രാവിലെ കുറച്ച് എളുപ്പത്തിൽ എടുത്തിട്ടാണ്. പിന്നെ ഇതാ ഒരു മൺചട്ടിയിലോട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കറി ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ അത് സാമ്പാർ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ, അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉച്ചത്തെ ലഞ്ചിന് ഇട്ടിട്ടാണ്. അപ്പോൾ ഉണക്കമീൻ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഉണക്കമീൻ നമുക്ക് കുറച്ചൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചൊരു കറി, അവിയലെന്നൊക്കെ പറയും, നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് പൊതുവേ അവിയലെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ തല കഴിക്കാനായിട്ട് ആളെത്തിയിട്ടുണ്ട്, അവർ നല്ലോണം എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ആ ഒരു ഉണക്കമീൻ കറിക്ക് വേണ്ടിയിട്ട് 3-4 പച്ചമുളകും തൊണ്ടൻ മുളകും സാധാരണ പച്ചമുളകും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ. പച്ച തക്കാളി എടുക്കുകയാണെങ്കിൽ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അധികം പഴുത്തിട്ടില്ല, എങ്കിലും അത്യാവശ്യം പഴുത്തൊരു തക്കാളിയാണ് കേട്ടോ. പിന്നെ ചെറിയൊരു സവാളയും പിന്നെ ഒരു ചെറിയൊരു മുരിങ്ങക്കായ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വാഴയ്ക്ക, അപ്പോൾ നമ്മുടെ മൊന്തം വാഴയ്ക്കയിൽ അത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഏത്ത വാഴയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് ആവശ്യമുള്ള ഒരു ഉണക്കമീനൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അരപ്പിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും 5-6 ചെറിയ ഉള്ളിയും 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ, എരിവുള്ള മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം പുളിവെള്ളം, പുളി നമ്മൾ ഒരുപാട് ഒഴിക്കരുത്, കാരണം ഈ ഒരു ഉണക്കമീൻ പുളി അത്രയ്ക്കും ആവശ്യമില്ല, ഒരുപാട് ആയിപ്പോയി അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ടിരിക്കും. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരല്പം പുളി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് തരിപ്പോട് കൂടി തന്നെ അരച്ചെടുക്കണേ. അരച്ച് നമുക്ക് ചേർത്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം കേട്ടോ. അതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേക്ക് ചേർത്തിട്ട് അടച്ചു വെച്ച് നല്ലോണം തന്നെ കുക്ക് ചെയ്തെടുക്കണം. അതായത് അത്യാവശ്യം നമ്മൾ ഈ ഒരു പച്ചക്കറിക്ക് നല്ല രീതിയിലൊന്ന് കുക്കായി വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് റെഡിയായി വരട്ടെ. ആ ഒരു ടൈം മുടിഞ്ഞത് ഫ്രൈക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പിന്നെ അതുപോലെ അല്പം പെരിഞ്ചീരക പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു മെഴുക്ക് വരട്ടി എന്ന് പറയാം. അപ്പോൾ അതിനോട്ട് 2 ചെറിയൊരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്. അത് തൊലി കളഞ്ഞിട്ടൊന്ന് കഴുകെടുത്ത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതാ ഒരു സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്, അതും ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് കട്ട് വെച്ചിട്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അതെല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് മാറിച്ചിട്ട് അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ആ ഒരു ഉണക്കമീൻ വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാനായിട്ട് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തെടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അതേ സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറിയും ഒരല്പം ഉപ്പും കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴിച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം കേട്ടോ. എല്ലാം ഒന്ന് ഒതുങ്ങി വരണം, അതുവരെ ഒന്ന് വഴിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മെഴുക്ക് വരട്ടുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഒരല്പം ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്, അങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ചിട്ടുള്ള ആ ഒരു ഉണക്കമീനിൻ്റെ ഒരു ഇതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അത് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ മട്ടയരി ചോറും ആ ഒരു ഉണക്കമീൻ വെച്ചിട്ടുള്ള കറിയും മിക്സഡ് വെജിറ്റബിൾ മെഴുക്ക് വരട്ടിയും പിന്നെ രാവിലെ നമ്മൾ വെച്ചിട്ടുള്ള സാമ്പാറും ആ ഒരു പൊരിച്ചതും. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.